ഹലോ ഗായ്സ്. അപ്പോൾ ഗൈസ്, ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, ഏകദേശം 10-12 ദിവസമായി ഇന്നോടാകുമ്പോൾ. ഞാൻ അതിൻ്റെ റീസൺ പറയാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് കുറച്ച് ദിവസം ഡിലേ ആകുമെന്ന് ലാസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ. സോ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് കിടക്കാം. ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു, എനിക്ക് കുറച്ച് ഫിസിക്കലി ഹെൽത്ത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പം ഞാൻ ഓർത്തു അതിനല്ല, എനിക്ക് വയ്യായിരുന്നു, കുറച്ച് ദിവസം ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നാണ് ഞാൻ ക്രിസ്മസ് എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കാനൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റഡി പ്ലാൻ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനാണെങ്കിൽ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തീർക്കുവാണ്. അപ്പം ഒരു ടു ഡു ലിസ്റ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ മാത്സ് ആണ്. മാത്സ് നമ്മുടെ ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രൽസ് ഫുള്ളായിട്ട് തീർക്കുന്നില്ല, അത് ഞാൻ പറയാം പഠിക്കാൻ നേരം. അതിന് ബയോളജിയാണ്. ബയോളജി നമ്മുടെ മൈക്രോബ്സ് ആണ്. അതെനിക്ക് അത്യാവശ്യം അറിയാവുന്നത് കൊണ്ടാണെങ്കിൽ സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് അത് ഞാൻ ഫുൾ അങ്ങ് എടുത്ത് തീർക്കുവാണ്. പിന്നെ ഫിസിക്സ് EMI ആണ്. EMI എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ ഓർത്തു ഇന്ന് ലീവ് എടുത്തതുകൊണ്ട് ഇത് തീർക്കാമെന്ന് ഓർത്തു. പിന്നെ കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട്. ഞാൻ ഇത്രയും 4 സബ്ജക്റ്റ് ഫുള്ളായിട്ട് പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും പഠിക്കത്തില്ല ഒരു ദിവസം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 10:30 ടു ഒരു 7-7:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഓരോ ചാപ്റ്റർ ഞാൻ ഓരോ സൈഡിൽ നമ്പർ ഇട്ടേക്കുന്നത് അത്രയും ടൈം എടുത്ത് പഠിക്കാമെന്നാണ്. മാത്സ് ആണെങ്കിൽ 2 മണിക്കൂർ, ബയോളജി 1 മണിക്കൂർ, ഫിസിക്സ് 2 മണിക്കൂർ, കെമിസ്ട്രി 2 മണിക്കൂർ, കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരു 3 മണിക്കൂർ വേണമെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ 2 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് നമ്മൾ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നത് നേരെ ഫ്രണ്ടിൽ വെക്കുവാണ്. നമുക്ക് എളുപ്പം കാണുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ തീർക്കണമെന്നൊരിതുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചത്. പിന്നെ ഒരു തോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ശരിയായില്ല. ഗിൽട്ട് ട്രിപ്പ് ഇതായതുകൊണ്ടാണ് അതിനകത്ത് എഴുതി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വന്നില്ല. സോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് മോട്ടിവേറ്റ് ആകുമെന്ന് ഓർത്ത് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. സോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസത്തെ ഇതെല്ലാം ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം 10-19 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 3K ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഞാൻ പിന്നെ ആ സമയത്തൊന്നും വിളിച്ചു, ഞങ്ങൾ ടൂറിലായിരുന്നു. അപ്പോൾ ടൂർ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഭയങ്കര ബിസി ആയിരുന്നു. സോ അതായിരുന്നു വീഡിയോ ഇടാൻ മെയിൻ റീസൺ, അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, അതൊക്കെയായിരുന്നു വ്ളോഗ് ഇടാൻ താമസിച്ചതും. കുറേ പേര് ഇമെയിലൊക്കെ അയച്ച് ചോദിച്ചായിരുന്നു, അപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ മാത്സ് പഠിക്കാൻ ഫസ്റ്റ് ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ LCD റൈറ്റിംഗ് ടാബും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് എഴുതാനൊക്കെ ഉണ്ട്, റിവൈസ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ നോട്ട് കൂടെ. ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെ അതുകൂടാതെ പേനയും പെൻസില് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും കൂടെ നമ്മളിരിക്കുന്നിടത്ത് എടുത്ത് വെക്കുകയാണ്. നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചു ഓൾറെഡി. അപ്പോൾ ഗൈസ്, ഞാൻ ഇൻ്റഗ്രൽസ് പഠിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. ഇതിനകത്താണെങ്കിൽ 3 വീഡിയോസായിട്ടാണ് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഓരോ വീഡിയോ കണ്ട് പഠിക്കാമെന്ന് ഓർത്തത്. കാരണം വൺ ഷോട്ട് കണ്ടാൽ പഠിക്കത്തില്ല. സോ അപ്പോൾ ഏകദേശം 1 മണിക്കൂറും 6 മിനിറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. നല്ല ക്ലാസ്സാണ്. സോ അപ്പോൾ ഞാൻ ഇത് കണ്ടാണ് ഇൻ്റഗ്രൽസ് പഠിക്കാൻ പോകുന്നത്. ഞാൻ അതിന് മുന്നാണ് ഇക്വേഷൻസ് ഒക്കെ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ഇക്വേഷൻസ് മസ്റ്റായിട്ട് എഴുതി വെക്കണം, ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രൽസിൻ്റെ. എന്നിട്ട് അത് പഠിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ യൂസ്ഫുള്ളാകും. സോ അപ്പോൾ ഞാൻ ടെക്സ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഞാൻ ക്ലാസ് കണ്ടിട്ട് ഇതിനകത്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. കാരണം +1 നമ്മൾ മാത്സിൻ്റെ എക്സാം കണ്ടല്ലേ, അപ്പം NCERT മെയിനായിട്ട് നമ്മൾ നോക്കണം. സോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എവിടെ ഉണ്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാം റീസ്റ്റാർട്ട് ഒന്നുകൂടെ ചെയ്യണം, എല്ലാം മറന്നു തുടങ്ങി. സോ അപ്പോൾ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രൽസ് കാണാം.
അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ഏകദേശം ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് മാഗി അമ്മ കൊണ്ട് തന്നു. അതുകൂടാതെ ചായയൊക്കെ കുടിച്ചു. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനൊക്കും. നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. നമുക്ക് ഫുഡ് എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ ഗൈസ് എന്തായാലും ഞാനങ്ങനെ മുഴുവനായിട്ട് കാണുന്നില്ല ക്ലാസ്. അതായത് ഏകദേശം 1 മണിക്കൂറുണ്ട്. പക്ഷേ 1 മണിക്കൂറോളം കുറേ നല്ലതുപോലെ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഏകദേശം 40 മിനിറ്റേ കാണുന്നുള്ളൂ. എന്നിട്ട് ബാക്കി അങ്ങ് പഠിക്കും. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇല്ലേ, അപ്പോൾ അവിടം വരെയാണ് കാണുന്നത് ഇൻ്റഗ്രേഷന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ എഴുതി പഠിക്കാൻ തുടങ്ങി. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാനൊരു 4 തവണയോളം എഴുതി പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മാത്സ് എനിക്ക് +1 ഫസ്റ്റ് ഇയറിൽ മാർക്ക് കുറഞ്ഞായിരുന്നു, A+ കിട്ടിയില്ലായിരുന്നു. സോ അപ്പം ഞാൻ അതുപോലെ നല്ലതുപോലെ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി മാത്സിന് വേണ്ടി. കാരണം എനിക്ക് നല്ല ടഫാണ് മാത്സ്. പിന്നെ മാത്സ് നിങ്ങൾക്ക് ടഫാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എളുപ്പമാണെന്ന് ഉദ്ദേശിച്ച് തന്നെ നമ്മൾ ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ മാത്സ് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഒരിക്കലും പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എഴുതി പഠിക്കാൻ നമുക്ക് നല്ലതുപോലെ തന്നെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മാത്സ് ഒരു ക്വസ്റ്റ്യൻ 4 തവണ എഴുതിയിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ തന്നെ എക്സാമിന് വരുമ്പോൾ തന്നെ അതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. സോ അപ്പോൾ ഗൈസ് അങ്ങനെ തന്നെ എഴുതിയും പഠിച്ചു. ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇനി ബയോളജി സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ ഗൈസ് അങ്ങനെ മൈക്രോബ്സ് ആണ്. ഞാനാണെങ്കിൽ മൈക്രോബ്സ് ആണെങ്കിൽ കണ്ടത് നമ്മുടെ സൈലത്തിൻ്റെ ഒരു ക്ലാസ് ആണ്. ഞാൻ ആദ്യം ഓർത്ത് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യാമെന്നാണ് ഓർത്തത്. പിന്നെ ഓർത്ത് ഒരു ക്ലാസ് കണ്ടുകൂടെ പഠിക്കുവാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് ഓർത്ത് ഞാനാണ് സൈലത്തിൻ്റെ വീഡിയോ ആണ് കണ്ടത്. അത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് മുന്നേ ഉള്ളൊരു സ്റ്റഡി ചലഞ്ചിൻ്റെ വീഡിയോ ആയിരുന്നു. സോ അപ്പോൾ അതിനകത്താണ് 2 ചാപ്റ്ററായിരുന്നു എടുത്തത്. ഞാൻ ഫസ്റ്റ് മൈക്രോബ്സ് ആണ് കണ്ടത്. അതുകൂടാതെ ഹ്യൂമൻ ഡിസീസസും കൂടെ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതും കൂടെ തീർക്കാൻ പറ്റി. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനാണെങ്കിൽ മൈക്രോബ്സ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കൂടി തന്നെ ക്ലാസ് കാണുന്ന കൂട്ടത്തിനാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വായിച്ചിട്ട് സൈഡിലോട്ട് എന്താണ് അതിൻ്റെ നോട്ടെന്ന് സ്വന്തമായിട്ടൊരു നോട്ട് സൈഡിലോട്ട് നമ്മൾ എഴുതാൻ സ്പേസ് ഉള്ളിടത്തോട്ട് എഴുതി വെക്കുന്നുണ്ട്. അത് നമുക്കിനി എക്സാമിന് തലേന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ നോട്ട് വായിച്ച് നോക്കിയാൽ മതി. അപ്പം കൂടുതൽ NCERT ഫുള്ളായിട്ട് നമുക്ക് വായിച്ച് തീർക്കാനും പറ്റില്ല എക്സാമിന് തലേന്നൊന്നും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാകും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ എഴുതി വെച്ചു. സോ അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ബയോളജിയും പഠിച്ചു. അങ്ങനെ മാത്സ് ഇൻ്റഗ്രൽസ് കംപ്ലീറ്റ് ആക്കി. പിന്നെ ബയോളജി മൈക്രോബ്സും കംപ്ലീറ്റ് ആക്കി. ഇനിയുള്ളത് ഫിസിക്സ് EMI ആണ്. അപ്പോൾ ഗൈസ് ഞാൻ EMIയും നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. ഞാൻ കൂടുതലും ഇപ്പം ഫിസിക്സൊക്കെ കൂടുതലും ഇപ്പോൾ സൈലമാണ് കൂടുതലും കാണുന്നത്. മാരത്തോൺ മാത്രമേ ഉള്ളൂ എക്സാമിനർ കാണുന്നത്. ഇങ്ങനെയുള്ള വൺ ഷോട്ട് ക്ലാസ്സൊക്കെ ഞാൻ കൂടുതലും സൈലത്തിനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ ഞാൻ പൊതുവേ അങ്ങനെ എത്തി നോക്കിയിട്ടില്ല. കാരണം റേ ഒപ്റ്റിക്സ് അങ്ങനെയുള്ള വലിയ ചാപ്റ്റേഴ്സ് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ നോക്കിയിട്ടില്ലായിരുന്നു. സോ അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഇന്ന് ഈ ചാപ്റ്ററോടെ പഠിച്ചു. അപ്പോൾ ഗൈസ് അങ്ങനെ ക്ലാസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഗൈസ് പിന്നെ നിങ്ങൾ എവിടം വരെ ആയി ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്തോ എന്തോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും നമുക്ക് കവർ ചെയ്യാനുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ടേ ഉള്ളൂ. കോർഡിനേഷൻ കോമ്പൗണ്ട് ഞാൻ ഫുള്ള് കണ്ടിരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. പിന്നെ കെമിസ്ട്രിയുടെ ലാബ് നിങ്ങൾക്ക് എവിടെ ആയി? ഞങ്ങൾക്ക് ഏകദേശം കഴിയാറായി. പിന്നെ മാത്സ് ലാബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക്. പിന്നെ ഫിസിക്സ് ലാബ് തീരാറായി. നിങ്ങളുടെ ലാബ് എവിടം വരെ ആയി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ ചാപ്റ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം തുടങ്ങുന്ന ടൈമൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റോട്ട് ആകുമ്പോൾ കുറച്ച് എനിക്ക് ടഫായിട്ട് തോന്നി. അതൊന്നും കുഴപ്പമില്ല. പിന്നെ IUPAC നെയിമിങ് കുറച്ച് എനിക്ക് ക്ലിയർ ആകുന്നില്ല ഇപ്പോഴും. നല്ലതുപോലെ മറന്നു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ. നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം.
അപ്പോൾ ഗൈസ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നെക്സ്റ്റ് വീഡിയോസൊക്കെ എന്തുവാ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് അങ്ങനെ ഏകദേശം ഞാൻ ക്ലാസ് കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ക്ലാസ് കാണുന്ന കൂടെയാണ് നമ്മുടെ LCD ടാബ്ലറ്റിനകത്ത് എഴുതിയും കൂടെ പഠിക്കുന്നുണ്ട്. രണ്ടുപേരും എഴുതിയും കൂടെ പഠിക്കുമ്പോൾ നല്ലതുപോലെ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഗൈസ് അങ്ങനെ ഏകദേശം ഇപ്പം 8:30 ആയിട്ടുണ്ട്. 7:30 തീരുമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ 8:30 ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ നല്ലതുപോലെ ബ്രേക്കൊക്കെ എടുത്തായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ലതുപോലെ ഇത്രയും 4 ചാപ്റ്ററോളം 5 ചാപ്റ്റർ ടോട്ടലി തീർക്കാൻ പറ്റി. പക്ഷേ 4 ചാപ്റ്റർ എഴുതിയിട്ടുള്ളൂ. സോറി, ഇൻ്റഗ്രൽസ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. എന്നാലും 4 സബ്ജക്റ്റ് പഠിച്ചു. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നൊരു ഏകദേശം ഒരു 4 ചാപ്റ്റർ ഞാൻ ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽസ് ഇനി ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് തീർക്കാം. അത് നല്ലൊരു ലോങ് ചാപ്റ്റർ ആണല്ലോ. അപ്പോൾ ഗൈസ് ഇന്ന് 6+ അവേഴ്സ് തന്നെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.